മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, കർത്താവായ ദൈവം നൽകുന്ന സംരക്ഷണ മുദ്ര നമ്മളിൽ പതിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇന്ന് ലോകം നൽകുന്ന മുദ്രകളിലൂടെ വളരെയധികം പേർ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് നൽകുന്ന സംരക്ഷണ മുദ്രയുണ്ട്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലെ 2-ാം വാക്യം മുതൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയുമായി സൂര്യനുദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. കരക്കും കടലിനും നാശം ചെയ്യുവാൻ അധികാരം നൽകപ്പെട്ട ആ 4 ദൂതന്മാരോട് അവർ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തിത്തീരുന്നുവോളം നിങ്ങൾ കരയെയോ കടലോ വൃക്ഷങ്ങളെയോ നശിപ്പിക്കരുത്. വിശുദ്ധരുടെ പ്രതിഫലം എന്നുള്ള വാക്യം നാം വായിക്കുമ്പോൾ ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ. അവർ വെള്ള അങ്കി അണിഞ്ഞു കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനു മുന്നിൽ കുഞ്ഞാടിൻ്റെ മുന്നിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്ക് ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുന്നിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എവിടെയെല്ലാമാണ് കർത്താവിനെ പ്രഘോഷിച്ചുവോ കർത്താവിൻ്റെ ഹിതം നിറവേറ്റിയോ അവരെല്ലാം വെള്ള അങ്കി അണിഞ്ഞ് നിൽക്കുന്നവരെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നാം വെള്ള അങ്കി അണിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ, ആ അത്യുന്നതനെ നമുക്ക് വിളിച്ച് ഉദ്ഘോഷിക്കുവാൻ, അത്യുന്നതനെ സ്തുതിച്ചാരാധിക്കുവാനുള്ള കൃപകൾ നമ്മൾക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ സമൂഹത്തിന് ലഭിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. അത്രമേൽ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ ആയിരിക്കും കർത്താവിൻ്റെ വിധി ദിവസം വരുന്നത്. ഇന്ന് ലോകത്തിലെ ഉടനീളം കർത്താവിൻ്റെ വെളിപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകരിലൂടെ ആകാശവിധാനങ്ങളിൽ അടയാളങ്ങൾ സംഭവിക്കുന്നു. നാം ഓരോരുത്തരും കർത്താവിൻ്റെ മഹത്വത്തിലാകുവാനായിട്ടുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ്, പാണശ്ശേരി.